ഇന്ന് കാണാൻ പോകുന്നത് റിസോൾവൻറ്റ് കേർണൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ്. ഇതിൻ്റെ തിയറി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. പ്രോബ്ലം ചെയ്യാം. given y of x equal to 1 plus lambda integral 0 to 1 minus 3x theta y of theta d theta. അപ്പോൾ ഇതൊരു ഫ്രെഡ്ഹോം സെക്കൻഡ് കൈൻഡ് ഇൻ്റഗ്രൽ ഇക്വേഷൻ ആണ്. ഇതിൽ എഫ് ഓഫ് എക്സ് എന്താ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 കേർണൽ is equal to 1 minus 3x theta. റിസോൾവൻറ്റ് കേർണൽ എന്ന് പറഞ്ഞാൽ റിസോൾവൻറ്റ് കേർണൽ ആ നൊട്ടേഷൻ ഇങ്ങനെയാണ്: എക്സ് സീറ്റ ലാംഡ ഈക്വൽ ടു സമ്മേഷൻ n equal to 0 to infinity lambda raised to n k n plus 1 of x comma theta. ഇതിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ n-ന് 1 കൊടുക്കുക 2 കൊടുക്കുക അങ്ങനെ അങ്ങോട്ട് പോകും. അതിൽ ലാംഡ എന്താണെന്ന് നമുക്കറിയാത്തൊരു കാര്യം kn plus 1 ആ. ഇതിൻ്റെ തിയറി പാർട്ടിൽ പറഞ്ഞ കാര്യമാണ്. ബൈ തിയറി പാർട്ട് വേർ kn plus 1 is equal to integral a to b k of x comma theta 1 kn of theta 1 comma theta d theta 1. ഇതാണ് kn plus 1 കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ എളുപ്പമാണ്. നമുക്കൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് പോവാം. ഫസ്റ്റ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് k1. n is equal to 1 കൊടുക്കുമ്പോൾ എന്താ കിട്ടുക? k1. k1 ഓഫ് എക്സ് കോമ സീറ്റ ഇസ് ഈക്വൽ ടു, അത് നമ്മുടെ തന്നിട്ടുള്ള കേർണൽ തന്നെയാണ്. ദാറ്റ് ഈസ് k ഓഫ് എക്സ് കോമ സീറ്റ ദാറ്റ് ഈസ് 1 മൈനസ് 3x സീറ്റ 3x സീറ്റ. ദെൻ കണ്ടുപിടിക്കേണ്ടത് k1 ആണ്. സോറി k2 ഓഫ് എക്സ് കോമ സീറ്റ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ a to b k of x comma theta 1 then k1 of theta 1 comma theta with respect to d theta 1 കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ a to b എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ളത് 0 to 1 k of x comma theta 1 ദാറ്റ് ഈസ് ഇതാണ് k of x comma theta. k of x comma theta-നെ k of x comma theta 1 ആക്കി മാറ്റണമെങ്കിൽ ഇതിൽ എവിടെയൊക്കെ സീറ്റ ഉണ്ടോ അതിനൊക്കെ theta 1 ആക്കി മാറ്റണം. ദാറ്റ് ഈസ് 1 മൈനസ് 3x theta 1 ഇൻറ്റു k1 ഓഫ് theta 1 കോമ theta. ഇതാണ് നമ്മുടെ k1. അതിൽ theta 1 കോമ theta സാധാരണ x കോമ theta-യാണ്. അതിൽ theta 1 കോമ theta ആക്കണമെങ്കിൽ x-ന് പകരം theta 1 കൊടുക്കണം. 1 മൈനസ് 3 theta 1 theta d theta 1. കുറച്ച് കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കാനുണ്ടെന്ന ബുദ്ധിമുട്ട് മാത്രമേ ഇതിനുള്ളൂ. യാതൊരു തരത്തിലുള്ള കോൺസെപ്റ്റുകളോ ഒന്നും ഇവിടെ വരുന്നില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണിത്. ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഇൻ്റഗ്രൽ 0 to 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 മൈനസ് 3 theta 1 theta minus 3x theta 1 3x theta 1 minus into minus plus 9 x theta 1 square theta x theta 1 square theta x theta 1 square theta d theta 1 that is equal to integrate ചെയ്യുക. theta 1 in d theta 1 കൊണ്ട് 1 integral with respect to d theta 1 that is theta 1 minus 3
സീറ്റ ഇത് സീറ്റ 1 സ്ക്വയർ ബൈ 2 മൈനസ് 3x ഇത് സീറ്റ 1 സ്ക്വയർ ബൈ 2 പ്ലസ് 9x സീറ്റ 1 ക്യൂബ് ബൈ 3 വിത്തിൻ ലിമിറ്റ് 0 to 1. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. എവിടെയൊക്കെ സീറ്റ 1 ഉണ്ടോ അവിടെയൊക്കെ 1 കൊടുക്കുക. ദിസ് ഇസ് 1 മൈനസ് ഇവിടെ 3 സീറ്റ ബൈ 2 ഇവിടെ 3x ബൈ 2 ഇത് 3 ആവും 3x സീറ്റ പ്ലസ് ദെൻ എല്ലാ ടേമിലും സീറ്റ 1 ഉണ്ട്. ഇപ്പോൾ സീറ്റ 1 0 കൊടുക്കുമ്പോൾ മൈനസ് എല്ലാ ടേമിലും സീറ്റ 1 ഉള്ളതുകൊണ്ട് 0 ദാറ്റ് ഈസ് 1 മൈനസ് 3 സീറ്റ ബൈ 2 മൈനസ് 3x ബൈ 2 പ്ലസ് 3x സീറ്റ. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 1 മൈനസ് 3 ബൈ 2 ഔട്ട് സൈഡ് എടുക്കുമ്പോൾ എക്സ് പ്ലസ് സീറ്റ പ്ലസ് 3 ഇൻറ്റു എക്സ് സീറ്റ. ദിസ് ഈസ് K2. ഇതാണ് K2. അപ്പോൾ നമുക്ക് K2ന് പകരം ഇത് എഴുതി വയ്ക്കാം. വൺ മൈനസ് 3 ബൈ 2 ഇൻറ്റു എക്സ് പ്ലസ് സീറ്റ പ്ലസ് 3x സീറ്റ. ഇനി കണ്ടുപിടിക്കേണ്ടത് K3 ഓഫ് എക്സ് കോമ സീറ്റ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ a to b k ഓഫ് എക്സ് കോമ സീറ്റ 1 K2 ഓഫ് സീറ്റ 1 കോമ സീറ്റ d സീറ്റ 1 that is integral a to b k of x comma സീറ്റ 1 കേർണലിൽ സീറ്റയ്ക്ക് വരെ സീറ്റ 1 കൊടുക്കുമ്പോൾ 1 മൈനസ് 3x സീറ്റ 1 1 മൈനസ് 3x സീറ്റ 1 ഇൻറ്റു K2 ഇതാണ് K2. അതിലെ എക്സിന് പകരം ഇവിടെ ചെയ്തത് കേർണലിലെ സീറ്റയ്ക്ക് പകരം സീറ്റ 1 കൊടുത്തു. ദെൻ K2 ഓഫ് സീറ്റ 1 കോമ സീറ്റ എന്ന് പറഞ്ഞാൽ ഇതാണ് K2. അതിലെ എക്സിന് പകരം സീറ്റ 1 കൊടുക്കണം. 1 മൈനസ് 3 ബൈ 2 ഇൻറ്റു എക്സിന് പകരം സീറ്റ 1 കൊടുക്കുമ്പോൾ സീറ്റ 1 പ്ലസ് സീറ്റ പ്ലസ് 3 സീറ്റ 1 സീറ്റ എക്സിന് പകരം സീറ്റ 1 കൊടുത്തു. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം ഇൻറ്റു ഡി സീറ്റ 1. സിമ്പിൾ എക്സ്പാൻഷനാണ്. എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇതിനെ എക്സ്പാൻഡ് ചെയ്തു a to bക്ക് വരും 0 to 1 ആക്കി എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഇങ്ങനെ വന്നു. ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 1 ഇൻ്റഗ്രൽ സീറ്റ 1 മൈനസ് 3 ബൈ 2 സീറ്റ 1ൻ്റെ ഇൻ്റഗ്രൽ സീറ്റ 1 സ്ക്വയർ ബൈ 2 മൈനസ് 3 ബൈ 2 സീറ്റ 1 പ്ലസ് 3 സീറ്റ 1ൻ്റെ ഇൻ്റഗ്രൽ സീറ്റ 1 സ്ക്വയർ ബൈ 2 മൈനസ് 3x സീറ്റ 1ൻ്റെ സീറ്റ 1 സ്ക്വയർ ബൈ 2 പ്ലസ് 9 ബൈ 2x സീറ്റ 1 ക്യൂബ് ബൈ 3 പ്ലസ് 9 ബൈ 2x സീറ്റ 1 സ്ക്വയർ ബൈ 2 മൈനസ് 9x സീറ്റ 1 ക്യൂബ് ബൈ 3 within limit 0 to 1. That is equal to upper limit minus lower limit. സീറ്റയ്ക്ക് പകരം 1 കൊടുക്കുക. 1 മൈനസ് സീറ്റയ്ക്ക് 1 കൊടുക്കുമ്പോൾ 3 ബൈ 4 മൈനസ് 3 ബൈ 2 സീറ്റ പ്ലസ് 3 സീറ്റ ബൈ 2 മൈനസ് 3x ബൈ 2 പ്ലസ് 3 9 കട്ട് ചെയ്ത് പോവും 3x ബൈ 2 പ്ലസ്
9/4 x theta minus 3x theta മൈനസ് ലോവർ ലിമിറ്റ്. എല്ലാ ടൈമിലും സീറ്റ 1 ഉണ്ട്. സീറ്റ 1 കൊടുക്കുമ്പോൾ 0 വരും. 0 ദാറ്റ് ഈസ് 1 മൈനസ് 3/4 എന്ന് പറഞ്ഞാൽ 4 മൈനസ് 3 1/4 മൈനസ് ഇതും കട്ട് ചെയ്ത് പോവും, ഇതും കട്ട് ചെയ്ത് പോവും. ബാക്കിയോട്ടുള്ളത് പ്ലസ് 9/4 x theta മൈനസ് 9/4 x theta മൈനസ് 3x theta. ഈ ടേം നോക്കാം. ഇതിനൊന്ന് ആഡ് ചെയ്യുമ്പോൾ എന്താ വരാം? 1/4 പ്ലസ് x theta ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 9/4 മൈനസ് 3 that is equal to 1/4 plus 9 minus 12 minus 3 minus 3/4 minus 3/4 x theta 1/4 ഔട്ട് സൈഡ് എടുക്കുമ്പോൾ 1 minus 3x theta that is 1/4 into 1 minus 3x theta എന്ന് പറഞ്ഞാലാണ് നമ്മുടെ കേർണൽ. that is k 1/4 k തന്നെയാണ് k1ഉം 1/4 k1. അപ്പം അതെടുത്ത് എഴുതാം. k3 of x comma theta is equal to 1/4 k1. ഇനി കണ്ടുപിടിക്കേണ്ടത് k4 ആണ്. k4 of x comma theta is equal to integral a to b k of x comma theta 1 k3 of theta 1 comma theta d theta 1 that is equal to integral 0 to 1 k of x comma theta എന്ന് പറഞ്ഞാൽ 1 minus 3x theta 1 into k3 of theta 1 comma theta. k3 എന്ന് പറഞ്ഞാൽ ഇതാണ് 1/4 of k1 ആണ്. 1/4 of k1 of ശരിക്കും k1 of x comma theta എന്നാ. അപ്പോൾ k1 of x comma theta പറഞ്ഞ ഇതാ k1 of x comma theta. അതിലെ k1 of theta 1 comma അവിടെ കിടക്കേണ്ടത് എന്താ? ഇതിനെങ്ങനെ എഴുതാം? k1 of theta 1 comma theta d theta 1 that is integral 0 to 1 minus 3x theta 1 into 1/4 ഔട്ട് സൈഡ് എടുക്കുക. k1 of theta 1 comma theta എന്ന് പറഞ്ഞാൽ ഇതാണ് k1 of x comma theta. അതിൽ എക്സിന് പകരം theta 1 കൊടുക്കുക. 1 minus 3 theta 1 theta d theta 1. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ ഇത്തരത്തിൽ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/4 ഈ കിടക്കുന്നത് എന്താ? ഇതാണ് നമ്മുടെ k2 of x comma theta. This is k2 1/4 k2 that is ഇതാണ് k2. so this is 1/4 k2 1/4 k4 of x comma theta is equal to 1/4 k2. therefore resolvent kernel x comma theta comma lambda is equal to summation n equal to 0 to infinity lambda raised to n k n plus 1 of x comma theta. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ കേട്ടോ? ലാംഡ എന്നിന് 0 കൊടുക്കുമ്പോൾ k1 of x comma theta plus lambda k2 of x comma theta plus lambda square k3 of x comma theta plus lambda raised to 3 k4 of x comma theta plus etc. that is equal to
ഇതിനെ K1 തന്നെ കൊടുക്കുക. K1 പ്ലസ് ഇതിനെ ലാംഡ ഇൻറ്റു K2 തന്നെ കൊടുക്കുക പ്ലസ് ലാംഡ സ്ക്വയർ K3നെ 1/4 K1 പ്ലസ് ലാംഡ റേസ് ടു 3 K4നെ 1/4 K2 1/4 K2. ഈ പാറ്റേൺ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ടൈം എന്താ വരിക നമുക്ക് ഊഹിക്കാം. പ്ലസ് ലാംഡ റേസ് ടു 4 ഇവിടെ 4 അല്ല വന്നേ 1/4 സ്ക്വയർ K2 കഴിഞ്ഞു K3 K2 കഴിഞ്ഞ് അടുത്ത് K1 വരാം. K1 പ്ലസ് അടുത്ത ടൈം ലാംഡ റേസ് ടു 5 1/4 റേസ് ടു 2 K2 പ്ലസ് അടുത്ത എന്താ വരിക ലാംഡ റേസ് ടു 6 1/4 റേസ് ടു 3 K1. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഒരെണ്ണൂടെ വേണമെങ്കിൽ എഴുതാം 1 ലാംഡ റേസ് ടു 6 K1/4 റേസ് ടു 3 പ്ലസ് ലാംഡ റേസ് ടു 7 K2/4 റേസ് ടു 3 പ്ലസ് എക്സിട്ര. ഇതിൽ നിന്ന് ലാംഡ വണ്ണുകളൊക്കെ പുറത്തെടുക്കുക. ലാംഡ വണ്ണല്ല K1ൻ്റെ ടൈമൊക്കെ ഒരുമിച്ചാക്കുക. അപ്പോൾ K1 പ്ലസ് (1/4) ലാംഡ സ്ക്വയർ K1 പ്ലസ് ലാംഡ റേസ് ടു 4/4 സ്ക്വയർ K1 പ്ലസ് ലാംഡ റേസ് ടു 6/4 ക്യൂബ് K1 പ്ലസ് എക്സിട്ര പ്ലസ് K2കളുടെ ടൈം ലാംഡ K2 പ്ലസ് ലാംഡാസ് ക്യൂബ് (4) K2 പ്ലസ് ലാംഡ റേസ് ടു 5 4 സ്ക്വയർ K2 പ്ലസ് ലാംഡ റേസ് ടു 7 (4 ക്യൂബ് K2). ദാറ്റ് ഈസ് ഈക്വൽ ടു K1 പുറത്തെടുക്കുക. ഒരു കാര്യം മനസ്സിലാവും, ലാംഡയുടെ പവറുകൾ ഈവൺ വരുമ്പോൾ K1ഉം ലാംഡയുടെ പവേഴ്സ് ഓഡ് വരുമ്പോൾ K2 ആണ്. K1 പുറത്തെടുക്കുമ്പോൾ ഇവിടെ 1 പ്ലസ് ലാംഡ സ്ക്വയർ (4) പ്ലസ് ലാംഡ സ്ക്വയർ ലാംഡ റേസ് ടു 4/4 സ്ക്വയർ പ്ലസ് ലാംഡ റേസ് ടു 6/4 ക്യൂബ് പ്ലസ് എക്സിട്ര പ്ലസ് ലാംഡ K2 പുറത്തെടുക്കുക. ലാംഡ K2 പുറത്തെടുക്കുമ്പോൾ 1 പ്ലസ് ലാംഡ സ്ക്വയർ (4) പ്ലസ് ലാംഡ റേസ് ടു 4/4 സ്ക്വയർ പ്ലസ് ലാംഡ റേസ് ടു 6/4 ക്യൂബ് പ്ലസ് എക്സിട്ര. ഇവിടെ കണ്ടാൽ മനസ്സിലാവും ഈ രണ്ട് ടേംസുകൾ സെയിമാണ്. അപ്പോൾ അതിനെ ഔട്ട് സൈഡ് എടുക്കുക. 1 പ്ലസ് ലാംഡ സ്ക്വയർ (4) പ്ലസ് ലാംഡ റേസ് ടു 4/4 സ്ക്വയർ പ്ലസ് ലാംഡ റേസ് ടു 6/4 ക്യൂബ് പ്ലസ് എക്സിട്ര ഇൻറ്റു ബാലൻസ് ഇവിടെ ഉള്ളത് K1 പ്ലസ് ലാംഡ K2. ഒരു GP ആണ്, ജോമെട്രി പ്രോഗ്രഷനാണ്. ഫസ്റ്റ് ടേം എന്താ? ഫസ്റ്റ് ടേം A is equal to 1ഉം കോമൺ റേഷ്യോ സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം ലാംഡ സ്ക്വയർ (4) ആണ് ഇതിൻ്റെ കോമൺ റേഷ്യോ. ഇതൊരു ഇൻഫൈനൈറ്റ് ജോമെട്രി പ്രോഗ്രഷനാണ്. അപ്പോൾ അതിൻ്റെ സം എന്താ വരാം? സം ഈസ് ഈക്വൽ ടു A/1 മൈനസ് R. ദാറ്റ് ഈസ് A ഈക്വൽ ടു 1/1 മൈനസ് R ലാംഡ സ്ക്വയർ (4) 1/4 മൈനസ് ലാംഡ സ്ക്വയർ (4) ദാറ്റ് ഈസ് റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4/4 മൈനസ് ലാംഡ സ്ക്വയർ. അപ്പോൾ എന്ത് ചെയ്യാം?
ഈസ് ഈക്വൽ ടു ഈ ടേമിന് പകരം എന്ത് കൊടുത്താൽ മതി ഇനി 4/4 മൈനസ് ലാംഡ സ്ക്വയർ 4/4 മൈനസ് ലാംഡ സ്ക്വയർ എന്ന് കൊടുത്താൽ മതി ഇൻറ്റു K1 പ്ലസ് ലാംഡ K2. The last step, that is equal to 4/4 മൈനസ് ലാംഡ സ്ക്വയർ ഇൻറ്റു നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ റിസോൾവൻ കേർണലാണ്. ക്വസ്റ്റ്യനിൽ ഒരിക്കലും K1 K2 ഒന്നുമില്ല. അപ്പോൾ നമുക്കതിനെ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് സീറ്റയിലോട്ട് എത്തിക്കണം. K1 പകരം 1 മൈനസ് 3x സീറ്റ നമ്മുടെ കേർണൽ ഇൻറ്റു ലാംഡ ഇൻറ്റു പ്ലസ് ലാംഡ ഇൻറ്റു K2 ഈസ് 1 മൈനസ് 3/2 എക്സ് പ്ലസ് സീറ്റ പ്ലസ് 3x സീറ്റ. ഇതാണ് K2 എന്ന് പറഞ്ഞാൽ. This is the resolvent kernel of the given problem. Thank you.